ലോക ചാപ്റ്റർ 1 കാണണോ കാണണ്ടേ എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയാലോ, ഈ സിനിമയിൽ ഇപ്പൊ ഇറങ്ങിയ മലയാള സിനിമയിൽ ഇത്രയും പെർഫോമൻസ് കാണിച്ച് ഇത്രയും ഒരു കിട്ടില്ല സിനിമാറ്റോഗ്രഫി ആയാലും ഡയറക്ഷൻ ആയാലും മ്യൂസിക് ആയാലും എഡിറ്റിംഗ് ആയാലും ഇത്രയും കിട്ടില്ലായിട്ട് ഒരു VFX പോലും നമുക്ക് ഒരു ഗ്രാഫിക് ഉണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും കിട്ടില്ല സിനിമ എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ഒട്ടും വിചാരിക്കില്ല. അത്രയ്ക്ക് കിട്ടില്ല പടമായിരുന്നു ഗൈസ് ലോക ചാപ്റ്റർ 1. എന്റെ അഭിപ്രായത്തിൽ പറയാലോ, ഈ ഒരു സിനിമ ഡയറക്ടർ എന്താണ് ചെയ്തു വെച്ചിരിക്കണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഡൊമിനിക് അരുൺ ആണ് ഇതിലെ ഡയറക്ടർ. എന്റെ ആ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിനിമ എടുത്തതെന്ന് അറിയാം. അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഉണ്ടല്ലോ, ഒരു യൂണിവേഴ്സ് ലെവലിലാണ് ഈ സിനിമ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ചാപ്റ്റർ 2 ഉണ്ട്, ചാപ്റ്റർ 3 ഉണ്ട്. ഈ ഒരു യൂണിവേഴ്സിൽ ആരൊക്കെ ഉണ്ടെന്ന് വല്ല പറയുന്നത് പോലെ ഒരു സസ്പെൻസ് ആയിരിക്കും. കാരണം ഈ സിനിമയിൽ കല്യാണിയും നെസ്ലിനുമാണ് മെയിൻ ആയിട്ട് ക്യാരക്ടർ വഹിക്കുന്നത്. പക്ഷെ ഇതിന് ശേഷം ഇനി വരാൻ പോണ ഈ സിനിമ നമ്മൾ കാണുമ്പോഴേ ഇതിന് ശേഷം അവിടെ നിന്നിട്ടൊക്കെ നമുക്ക് കുറെ ഗസ്റ്റ് റോൾ വരും. ഓരോ ഗസ്റ്റ് റോളും അതിനായിട്ടുള്ള പെർഫെക്ഷൻ ആയാലും അവർക്കുള്ള ഒരു വാല്യൂ ആയാലും എല്ലാം കറക്റ്റ് ആയിരുന്നു. 100% കിട്ടില്ല പടമാണ് ഗൈസ്. ഈ ഓണ സമയത്ത് റിലീസ് ആയാലും എനിക്ക് ഏറ്റവും വളരെ അധികം ഇഷ്ടപ്പെട്ട ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു കിട്ടില്ല സിനിമയായിരിക്കും ലോക ചാപ്റ്റർ 1. ഡൊമിനിക് അരുൺ എന്ന് പറഞ്ഞ ഡയറക്ടർ എന്താണ് ചെയ്തു വെച്ചിരിക്കണെന്ന് എനിക്ക് അറിയാം. മലയാള സിനിമയെ തന്നെ വേറെ ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു കഴിവ് നമുക്ക് ശ്രമിച്ചിരിക്കുന്ന ഒരു എഫേർട്ട് ഇതിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഈ ഡയറക്ടർ ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് പറയുമ്പോൾ പ്രൊഡ്യൂസർ ഇതിന് സമ്മതിക്കണമല്ലോ. അത് ഈ ഒരു വിഷന് വേണ്ടി കട്ടയ്ക്ക് നിന്ന ദുൽഖർ സൽമാൻ പ്രൊഡക്ഷനിലാണ് നമ്മുടെ ഈ സിനിമ റിലീസായിരിക്കുന്നത്, ലോക റിലീസായിരിക്കുന്നത്. അതും ചാപ്റ്റർ 1. ഇനി ചാപ്റ്റർ 2 ഉണ്ട്. പിന്നെ ഇതിൽ സ്പോയിലർ എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. ഗസ്റ്റ് റോളൊക്കെ കുറെ ട്വിസ്റ്റ് ആയാലും അങ്ങനെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കോരി തരിക്കും. തിയേറ്ററിൽ നിന്നിട്ട് നമുക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു വളരെ മികച്ച ഒരു സിനിമയായിട്ട് എനിക്കത് നമ്മളെ ലോക ചാപ്റ്റർ 1 എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ പണ്ട് കാലത്തൊക്കെ കേട്ടുള്ള കഥയും പിന്നെ നമ്മൾ തന്നെ ചെയ്യും ന്യൂ ജനറേഷനിൽ അത് നമുക്ക് സ്പോയിലായി പോകും. അതുകൊണ്ട് ഞാൻ അത് പറയണില്ല. അതേപോലെ തന്നെ നമ്മുടെ ഇതില് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. മലയാളത്തിലെ കുറെ ആക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ഇതിൽ വരുമ്പോൾ നമുക്ക് വരാൻ പോണ കുറച്ച് എന്തല്ലോ ഒരു എക്സ്പ്രഷൻ ആയാലും നമുക്ക് പറഞ്ഞ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ക്ലൈമാക്സ് വരെയും ഒരു ശതമാനം പോലും ബോറടിപ്പിക്കാതെ നമുക്ക് ഈ സിനിമ ഇരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമാറ്റോഗ്രഫി പറയാന് നിമിഷ് രവി എന്റെ പൊന്നു വേറെ ലെവലായിരുന്നു. അദ്ദേഹത്തിന്റെ കളറിങ് ആയാലും അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്നതായാലും എന്തൊക്കെ പറഞ്ഞാലും ഡയറക്ടറിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നതായിരിക്കും സിനിമാറ്റോഗ്രഫി. അതേപോലെ അദ്ദേഹം സൂപ്പറായിട്ട് ചെയ്തുകൊണ്ട്. അതേപോലെ മ്യൂസീഷ്യൻ ജാക്സൺ ബിജോയ് എന്ത് ലെവലിലായിരുന്നു. അതിൽ മ്യൂസിക് ആയാലും പാട്ടൊന്നും സത്യം പറഞ്ഞാൽ ഒരു ഫീൽ അല്ല എന്ന് പറയാം. അതിൽ പറഞ്ഞ ആ ഒരു ഫ്ലോയിലങ്ങ് പോയാണ് സിനിമ. നമുക്ക് 1% പോലും ബോറടിപ്പിക്കാതെ മ്യൂസിക് ആയാലും എല്ലാവരും കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ സുഹൃത്തുക്കളെ, ഈ സിനിമ കണ്ടിട്ട് വന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കാര്യത്തിലോട്ട് പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് കല്യാണി പ്രിയദർശനും നെസ്ലിയോനാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുൺ ആണ്. പിന്നെ ഡൊമിനിക് അരുൺ എന്താണ് ചെയ്തു വെച്ചിരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാം. ഈ വിഷ്വൽ ട്രീറ്റ് എന്ന് പറയില്ല, ഓണത്തിനുള്ള വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ മലയാള സിനിമയിൽ കാണാത്ത ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഡൊമിനിക് അരുൺ നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രഫി പറയുന്നത് നിമിഷ് രവി. അദ്ദേഹവും ആ ഒരു കോംബോ, ഇവർ രണ്ടുപേരുള്ള കോംബോ എനിക്ക് തോന്നുന്നു ഇനി നല്ലപോലെ വർക്കൗട്ട് ആകാൻ പോകാൻ. കാരണം ഇനി ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ഇങ്ങനെ ആ ഒരു സീരിയസ് ആയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൽ വരാൻ പോണ ഗസ്റ്റുകൾ അതെല്ലാം സർപ്രൈസ് ആണ്. ഇനി ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകും. പിന്നെ അതേപോലെ നിങ്ങൾ എല്ലാവരും അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. അങ്ങനത്തെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് വന്ന ഒരു സിനിമയായിരുന്നു. അതേപോലെ തന്നെ കല്യാണി പ്രിയദർശന്റെ ആയാലും നെസ്ലിന്റെ കോമഡി ഉണ്ടല്ലോ, നമുക്കൊരു ഡാർക്ക് ഹ്യൂമർ ആണെങ്കിൽ നമുക്ക് നല്ലപോലെ മനസ്സിലാവും. എന്ത് പറയാനാ, നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. നെസ്ലിനെ നമ്മൾ പ്രേമലുവിലൊക്കെ എങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച സിനിമയായിട്ടാണ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തത്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ദുൽഖർ സൽമാൻ എന്ന് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ഈ ദുൽഖർ സൽമാന്റെ വിഷൻ ഉണ്ടല്ലോ, ദുൽഖർ സൽമാൻ പോലും അഭിനയിക്കാതെ നമ്മുടെ ഡൊമിനിക്കിനെ എന്താ പറയാനാണ് ഒരു സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ഡൊമിനിക്കിന്റെ ആ ഒരു വിഷന് വേണ്ടി കട്ടയ്ക്ക് നിന്ന ആ ഒരു നടത്തിയെടുക്കാം. മലയാള സിനിമയ്ക്ക് ഇനി ഇതേപോലെ നല്ല നല്ല സിനിമ കൊണ്ടുവരണം. പിന്നെ ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാല, മലയാള സിനിമ നമുക്ക് വേണമെങ്കിൽ നോർത്ത് സൈഡിലൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം കാണിച്ചു കാണടാ ഈ മലയാള സിനിമ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ല സിനിമയായിട്ട് നമുക്ക് ഈ സിനിമയെ പറയാം. കാരണം അത് ആ ലെവലിലുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. ആ ലെവലിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ മ്യൂസീഷ്യൻ ചെയ്ത ജേക്സ് ബിജോയ് ആണ്. ബിജോയ് എന്ത് പറയാനാണ്, അതും അതേപോലെ തന്നെ ഗൈസ്. എന്ത് പറയാനെന്ന് പറഞ്ഞാൽ ഈ പടത്തിലൊരു മ്യൂസിക് ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂസിക് ഉണ്ട്.
ഈ സിനിമയുടെ തീം ഉണ്ടാന്ന് ചോദിച്ചാൽ തീമുണ്ട്, ബിജിഎം ഉണ്ടാന്ന് ചോദിച്ചാൽ ബിജിഎം ഉണ്ട്. എല്ലാം കറക്റ്റ് അളവിന്, ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇല്ലാതെ കറക്റ്റ് ഫ്ലോയില് ആ പടത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായാലും അങ്ങനത്തെ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ സിനിമയിലെ മ്യൂസീഷ്യൻ ആയാലും. ചാമൻ ചാക്കോ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് പറയാനായാലും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഗ്രാഫിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, ഗ്രാഫിക്സ് ആയിട്ട്. ഓക്കെ, ആ കാര്യങ്ങൾ പറയാനായാലും കറക്റ്റ് കളർ ഗ്രേഡിങ് കൊടുത്തും സിനിമാറ്റോഗ്രഫിയുടെ കാര്യവും എഡിറ്റിന്റെ കാര്യവും കൂടെ മിക്സ് ചെയ്താണ് പറഞ്ഞത്. കറക്റ്റ് ആയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എഡിറ്റിനെ നമ്മൾ ഈ സിനിമയിൽ കറക്റ്റ് എടുത്തു പറയണം, കാരണം ആ ലെവലിൽ എടുത്തു വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ സിനിമ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഈ ഓണത്തിന് ഇറങ്ങിയാൽ എനിക്ക് ഏറ്റവും വളരെ അധികം ഇഷ്ടപ്പെട്ട സിനിമയായിട്ട് ഞാൻ ഇതിനെ പറയും. പിന്നെ മലയാള സിനിമയിൽ ഒരു പടി മേളിൽ കൊണ്ടുപോകാൻ പോണ സിനിമയായിരിക്കും ഇത്. അപ്പൊ ഈ ആരും കാണാത്ത ആരെങ്കിലും ഈ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണുക. ഓണത്തിന് മികച്ച ഒരു ട്രീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ സിനിമ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രാണ ടാക്കീസിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ.